മാസ്ക് ഇപ്പോൾ നിർബന്ധമായിട്ടുണ്ടോ നമ്മുടെ കേരളത്തിൽ ആരും മാസ്ക് ഉപയോഗിക്കാതിരിക്കരുത്. ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ പാലിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ കൊറോണ പടർന്നു പിടിക്കുകയാണ്. നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഞായറാഴ്ചയാണ്. അപ്പോൾ എന്താണ്, പോത്തിറച്ചി നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഒരു പോത്തിറച്ചി മേടിച്ച് വന്ന് അടിച്ച് വരട്ടി അടിക്കുക എന്നുള്ള രീതിയിൽ പോയതാണ്. അവിടെ ചെന്നപ്പോഴേ നല്ല ഒന്നാന്തര ആട്ടുന്നല കിട്ടി. അപ്പോൾ ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. മറ്റുള്ള കുക്കിംഗ് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു വെറൈറ്റി ഒരു ആട്ടുന്നല ഫ്രൈ കൊണ്ട് ചെയ്താലോ. നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചുകൊണ്ട് ഒരു ആട്ടുന്നല അല്ല കൂട്ട പൈ പിടയ്ക്കല്ലേ, പിടയ്ക്കാണ്. അപ്പോൾ ഞങ്ങളിന്നൊരു ആട്ടുന്നല ഫ്രൈ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ആട്ടുന്നല കിട്ടി. അതിനെ കട്ട് ചെയ്ത് സെറ്റാക്കി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ വലിയ വലിയ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ പറമ്പിൽ കിട്ടുന്ന സാധനങ്ങൾ, പച്ചമുളക്, ഇഞ്ചി, ഉള്ളി പറമ്പിൽ കിട്ടാത്തതുകൊണ്ട് അത് മാത്രം നമുക്ക് പുറത്ത് മേടിക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ജീരകം, കുറച്ച് മല്ലിപ്പൊടി, ഇതൊക്കെ ഇട്ടുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മൾ ഈ ആട്ടുന്നലനൊന്നത് ഫ്രൈ ആക്കും. അപ്പോൾ നമുക്ക് പറമ്പിലൊന്ന് പോകാം. കുറച്ച് പച്ചമുളക് കൊണ്ട് പൊട്ടിക്കാം. അപ്പോൾ ഞാനിതേ അടുക്കളയിൽ കൊണ്ടുവന്ന് വെപ്പിക്കാൻ പറ്റില്ല. കൂടെ പൈ ഇത് അടുക്കളയിൽ കൊണ്ട് നോക്കിയിട്ടാ എലിയും പൂച്ചയും കാക്കിയൊന്നും കൊണ്ടുവരുന്നത് കൊണ്ട് നോക്കി ചെല്ലു. അവൻ അടുക്കളയിൽ പോയി നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, തോട്ടത്തിൽ പോയിട്ട് കുറച്ച് പച്ചമുളക് പൊടി ഉണ്ടോ നോക്കാം. ഇതാണ് എൻ്റെ വീട്. വീടിനോട് ചേർന്നൊരു ചെറിയ തോട്ടമുണ്ട്. ഇതിനകത്തുള്ള പച്ചമുളകും ഇഞ്ചിയും ഒക്കെയാണ് നമ്മൾ പറിക്കാൻ പോകുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് പച്ചമുളക് ഉണ്ടായി നോക്കാം. പച്ചമുളക് പറ അപ്പോൾ കാണുന്നുണ്ട് പച്ചമുളക്. പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പച്ചമുളക് തന്നെ പൊട്ടിക്കാം. അത്യാവശ്യം വേണ്ടുന്ന പച്ചമുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ മതി. ഇനി ഇഞ്ചി നോക്കാം. അതായത് പിടിക്കില്ല, ഇവൻ്റെ കയ്യിൽ കൊടുക്കാം. പച്ചമുളകും പിടിച്ചോട്ടെ, വേറെ പണിയില്ലല്ലോ. ഇഞ്ചി എവിടെയാ? ഇഞ്ചി വീടിൻ്റെ പുറകിലാ. ഇത് മഞ്ഞളാണ് കേട്ടോ. മഞ്ഞളല്ല ഇപ്പോൾ നമുക്ക് ആവശ്യം. നമുക്ക് ഇഞ്ചിയാണ് ആവശ്യം. ഇഞ്ചി തപ്പി ഒരു കട ഇഞ്ചി ഇവിടെ ഉണ്ട്. ഭാഗ്യമുണ്ട്, ഒരു കട്ട ഇഞ്ചി ഉണ്ട് കേട്ടോ. ഇതിനകത്ത് എന്തോരം കിട്ടുന്ന അറിയില്ല. നമുക്കൊന്ന് പറിച്ച് നോക്കാം. ഓക്കെ. നമുക്ക് ആവശ്യത്തിന് ഇഞ്ചി കിട്ടി. നല്ല നാടൻ ഇഞ്ചി മതി. ഇതൊക്കെ മതി, ധാരാളം. കിട്ടാവുന്ന സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ നിർത്തില്ല, അതൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെ ഈ മട്ടനെ നേരത്തെ കൊണ്ടുവന്ന് വെച്ചാൽ അതിനെ ഒന്നും കൂടി ഒന്ന് കഴുകി സെറ്റാക്കാം. ബാക്കി ഇവിടെയൊക്കെ റെഡി ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ സെറ്റാക്കിയിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആടിൻ്റെ തല കട്ട് ചെയ്ത് കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇതിന് വേണ്ടുന്ന അത്യാവശ്യം വേണ്ട സാധനങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഒരു 5-8 പച്ചമുളക്, കുറച്ച് ചുമന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇത്ര മതി. കുറച്ച് വെളിച്ചെണ്ണ. ഇത് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആട്ടിൻതല ഫ്രൈ ഒരു നാടൻ രീതിയിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. പ്രിപ്പറേഷൻ തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്കാണ് കയറാം. അപ്പോൾ അടുക്കളയിലേക്ക് പോരുന്ന വഴി മൂത്ത മുളക് രശീല നല്ല പടയാണ്. നന്നായിട്ട് കഴുകണം. ഇതിൽ കാര്യമായിട്ടുള്ള മസാലയൊന്നുമില്ല. 1 സ്പൂണ് നല്ല ജീരകം, 2 സ്പൂണ് കുരുമുളക്, നല്ല മുഴുവൻ മുളക് ഉണങ്ങിയത്, പിന്നെ അതിൻ്റെ കൂടെ 2 സ്പൂണ് മല്ലിപ്പൊടി. ഇതിലെല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതാണ് ഇതിൻ്റെ ഗരം മസാല എന്ന് പറയുന്ന സംഭവം. ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇനി പൊടിച്ചിട്ട് വരാം. അപ്പോൾ ഇത് പൊടിക്കാനായിട്ട് ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അതിനാണ് നമ്മൾ ജസ്റ്റ് ചൂടാക്കുന്നത്. മെയിൻ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലക്കറിയുടെ ഏറ്റവും സംഭവം നല്ല ഫ്രഷ് വേപ്പിലയാണ്. അത് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ട്. നല്ലൊരു ഒന്നാന്തരം വേപ്പുണ്ട്. ഫ്രഷ് വേപ്പാണ്. ഇതിൽ നിന്ന് ഒരു 2-3 ഇല നമുക്ക് പൊട്ടിക്കാം. കേട്ടോ, നല്ല ഒന്നാന്തരം വേപ്പില കിട്ടിയിട്ടുണ്ട്. ഇവനൊന്ന് കഴുകാം. ഒരു കഷ്ണം ഇഞ്ചി ചതയ്ക്കാം. ഒരു 3-4 പച്ചമുളക് അതിനും കൂടി നമുക്ക് ഇതിനകത്തിട്ട് ചതയ്ക്കാം. ഇത് നല്ല ഒന്നാന്തരം കറിമുളകാണ്. ഇത് നമുക്ക് എന്തായിരുന്നു കറിയുടെ ലാസ്റ്റ് ഇടാം. അത് നമുക്ക് അവസാനം കാണിക്കും. ഇനി ഇതിൻ്റെ കൂടെ ഉള്ളത് നമ്മളൊരു 10-20 ചെറിയ ഉള്ളി, അതാണ് ഇതിനകത്ത് ചേർക്കുന്നത് മെയിൻ സംഭവം.
ഇതിനകത്ത് പിന്നെ ഒരു 5-6 തുടം വെളുത്തുള്ളി. അപ്പോൾ നമ്മളിതെല്ലാം ചതച്ചെടുത്തു. നമ്മൾ ഗരം മസാല റെഡിയായി. അതിന് വേണ്ടുന്ന വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് അത് ചതച്ചെടുത്തു. ഇനി ഇവനെ ഒന്ന് ഫ്രൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ക്യാമറമാൻ എന്താ ഇയാളാണ് കേട്ടോ. ക്യാമറമാൻ ഇതാണ് കേട്ടോ. ഇനി അടുക്കളയിലേക്ക് പോകാം. കാരണം അടുക്കളയിൽ വെളിച്ചില്ലാത്തതുകൊണ്ടാണ് ഈ കേട്ടോ ചതയ്ക്കാനൊക്കെ പുറത്തേക്ക് വന്നത്. ഇനിയിപ്പോൾ ചതച്ചൊക്കെ റെഡി കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് പോകാം. അടുക്കളയിലാവുമ്പോൾ ഇത്തിരി ഡാർക്കായിരിക്കും. സഹകരിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. വാ, നമ്മൾ പരിപാടി തുടങ്ങാൻ പോണ്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കാം. കുറച്ച് മതി കേട്ടോ, കൂടുതൽ വെളിച്ചെണ്ണ വേണ്ട. കാരണം വേപ്പില പൊട്ടിച്ചിരുന്ന ഈ ക്യാമറ ഈ വേപ്പില കൊണ്ട് മൊരിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ബാക്കി സാധനങ്ങൾ ഇതിനകത്ത് ചേർക്കാം. നമ്മൾ ചേർത്ത് വെച്ച സാധനങ്ങൾ ചേർക്കണം. എനിക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ്, ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാല. ഈ മസാല ഒരു സ്പെഷ്യൽ മസാലയാണ്. അതിടണം ഡയറക്റ്റ്. ഈ തലക്കറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മസാലയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ചൂടാക്കി അത് കുക്കറിലിട്ട് രണ്ടാമത് കുക്ക് ചെയ്യുമ്പോഴാണ്. വല്ലാത്തൊരു ടേസ്റ്റാണ്. പിന്നെ ഒന്നും ചേർക്കേണ്ടതില്ല. കുക്കറിൽ വേവിക്കുമ്പോൾ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇറച്ചിയിൽ ഓൾറെഡി വെള്ളമുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. സംഭവം അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഇനി ഒരു 4 വിസിൽ കഴിയുമ്പോൾ നമുക്ക് എടുത്തിട്ട് വീണ്ടും അവനൊന്ന് ഫ്രൈ ചെയ്യാം. അതോടുകൂടി പരിപാടി കഴിയണം. അപ്പോൾ ഒരു 4 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 4 വിസിൽ കഴിഞ്ഞ് വെന്തു. ഇനി വരെ നമ്മൾ വീണ്ടും ഇതിലോട്ട് മാറ്റണം. നമ്മളൊരു ശകലം വെളിച്ചെണ്ണയിൽ മുകളിൽ കൂടെ ഒഴിക്കുന്നു. 2 വേപ്പിലാണ് അതിനകത്ത് ഇടുന്നത്. 2 വേപ്പില ഒരു അതിനകത്ത് മുകളിൽ കൂടി ഇടാം. ആട്ടുന്നല സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധനം എടുത്തു. ഇതാ കഴിച്ചോടാ. ഓ, വെരി ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. എന്നാലും ഒരു കഷ്ണം തിന്നുകയും ഞാൻ പറയുന്നതല്ല, ഇവരും കൂടി കഴിച്ചു നോക്കണ്ടേ. കുട്ടപ്പായയും ഊതി കൊടുക്കണം. കഴിച്ചിട്ടാ കടിക്ക്. ചൂടുണ്ടോ നോക്കിട്ടാ. ഇല്ല, കുഴപ്പമില്ല. അപ്പോൾ കലക്കിട്ടോ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ തൽക്കാലം ഇവിടെ പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് അഭിപ്രായങ്ങളൊക്കെ പറയുക, ഞങ്ങളോടൊപ്പം പങ്കുചേരാം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം. ദിസ് ഇസ് ഷാജു ഫ്രം തൃശ്ശൂർ.